ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. വെൽക്കം ടു അവർ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസ്. നമ്മുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് വളരെ ഭംഗിയായി മുന്നേറുന്നുണ്ട് കേട്ടോ. എളുപ്പം ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിപ്പിച്ച് തരുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്നുണ്ട്. പല കുട്ടികളും അത് നല്ലപോലെ യൂസ് ചെയ്യുന്നു. അതിനൊരു ഫീഡ്ബാക്കും എനിക്ക് തരുന്നുണ്ട്. അത് തന്നെ ഒരു അധ്യാപകന് അത് വീണ്ടും ചെയ്യാൻ ഊർജ്ജം പകരുന്നു. ഇന്ന് നമ്മുടെ സിലോജിസം നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള ഇതാണ്: സം സ്കൂൾ ആർ ക്ലാസ്, സം ക്ലാസ് ആർ ടീച്ചേഴ്സ്, ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ്. ഇതൊരു പോസിറ്റീവ് ഡയഗ്രമാണ്. എല്ലാം കണക്റ്റഡ് ആണ്, പോസിറ്റീവാണ്, ഒരു നെഗറ്റീവ് പോലും ഇല്ല. അതിലേക്ക് നമുക്ക് കൺക്ലൂഷനിലേക്ക് നോക്കാം. സം സ്റ്റുഡൻസ് ആർ ക്ലാസ്. നോക്കിയേ, സ്റ്റുഡൻസ് ക്ലാസ്സിനകത്ത് ഓൾറെഡി സമ്മ് വന്നിട്ടുണ്ട്, ഡെഫിനിറ്റ് ആണ്. സോ ഡയഗ്രത്തിലുള്ളത് പറഞ്ഞാൽ മതി. 2, പോസിബിലിറ്റിയാണ്. ഓൾ സ്കൂൾസ് ബീങ് സ്റ്റുഡൻറ്റ് ഈസ് പോസിബിലിറ്റി. സ്കൂൾ സ്റ്റുഡൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാൺസേ എന്ന് പറയാം. കാൺസേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പോസിബിൾ ആക്കാം അതിനകത്ത്. അതായത് ചോദ്യം ഇങ്ങനെയാണെന്ന് വെച്ചു: ഓൾ സ്കൂൾ ആർ സ്റ്റുഡൻസ്. ഇതൊരു ഡെഫിനിറ്റ് ചോദ്യമാണ്. ഓൾ സ്കൂൾ ആർ സ്റ്റുഡൻറ്റ്. നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്കൂൾ സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. കാൺഡ് സേ എന്നാണ് പറയേണ്ടത്. ബന്ധമേ ഇല്ല. നമ്മൾ ഇൻഈക്വാളിറ്റി നോ റിലേഷൻ പറയുന്ന പോലെ ബന്ധമില്ലെന്ന് പറഞ്ഞോ, ഇനി ഇതിനോട് എന്ത് ചോദിച്ചാലും പോസിബിൾ ആയിരിക്കും. നോക്കിയേ, ഓൾ സ്കൂൾ ബീയിങ് സ്റ്റുഡൻസ് ഈസ് എ പോസിബിലിറ്റി, ശരിയാണ്. നോ സ്കൂൾ ബീയിങ് സ്റ്റുഡൻറ്റ് ഈസ് എ പോസിബിലിറ്റി, ശരിയാണ്. സം സ്കൂൾ ആർ സ്റ്റുഡൻറ്റ് ഈസ് എ പോസിബിലിറ്റി, ശരി. ആർ നോട്ട് സ്കൂൾ ഈസ് എ പോസിബിലിറ്റി, ശരിയാണ്. അങ്ങനെ എല്ലാം ഇവിടെ ശരിയായി വരും. സോ അത് പ്രകാരം ഇത് ശരിയാണ്. കാൺസേ എന്നുള്ള കാര്യം പഠിച്ചോ നിങ്ങളിതിലേക്ക്. സോ സിലോജിസത്തിൻ്റെ മനോഹരമായ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അടുത്തതിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.